സോ ഹേ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് ഒരു ഫുൾ ഡേ ലാവിഷായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബാക്കി 80 രൂപ ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഗായ്സ്, ഇത് രസമാണ്. രസം പുറകിൽ കാണുന്നതാണ് വടക്കട. ഇവിടെ ഒരുപാട് വടയുണ്ട്. അവിടെ 2 രൂപ കട്ട കിട്ടും. ഫുഡ് മീൻ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരു ഊണ്, വൈകിട്ട് ഒരു ചായയും കടിയും, രാത്രിയത്തെ ഡിന്നർ. ഇതെല്ലാം കൂടെ ഈ 100 രൂപ കൊണ്ട് കഴിക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കുറഞ്ഞ വില കിട്ടുമെന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പൊ രാവിലെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊഞ്ചറോളുള്ള ശരണ്യ ഹോട്ടലിൽ. അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം 3 അപ്പം കഴിക്കും. ഒരപ്പം 7 രൂപ, 21 രൂപയ്ക്ക് 3 അപ്പം കിട്ടും. അപ്പം 3 അപ്പവും ചമ്മന്തി ഇവിടെ നിന്ന് കഴിക്കാം. ഇതാ എൻ്റെ അപ്പവും ചമ്മന്തി വന്ന്. ഞാൻ ശകലം ചമ്മന്തി ചോദിച്ചപ്പോൾ ആ ചമ്മന്തിയുടെ വലിയ പാത്രം തന്നെ ഇവിടെ കൊണ്ടുവച്ചു. 7 രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പവും ക്വാളിറ്റിയും ഉള്ള അപ്പം തന്നെ തരും. 3 അപ്പം. ഗൈസ്, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബാക്കി നമ്മളെ 80 രൂപ ഉണ്ട്. രാവിലെ 3 അപ്പമാണ് ഞാൻ കഴിച്ചത്. ഒരപ്പത്തിന് 7 രൂപ വെച്ച് 21 രൂപയായി. അവിടെ ചില്ലറില്ലാത്തോണ്ട് ബാക്കി അവര് 80 രൂപ തന്നു. 80 രൂപയിൽ നമുക്കിനി ചെയ്യാനുള്ളത് ഉച്ചക്കത്തെ ഊണ്, വൈകുന്നേരത്തെ ചായയും കടിയും, രാത്രിയത്തെ ഡിന്നർ. ഇത് 3ഉം ഈ 80 രൂപ കൊണ്ട് പറ്റുമോ നമുക്ക് നോക്കാം. സോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് എവിടെ ഊണ് കിട്ടുമെന്നുള്ളത് നോക്കാം. ഗൈസ്, ഫൈനലി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. ഇവിടെ ഊണിന് 35 രൂപ എന്നാണ് പറഞ്ഞത്. ഊണ് മാത്രമല്ല, ഇവിടെ പല ഐറ്റങ്ങളും ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. നമുക്ക് എന്തായാലും ഒരു ഊണ് പറയാം. ഊണിനകത്ത് എന്തൊക്കെ വരും? ഊണിനകത്ത് ഒരു അച്ചാറുണ്ട്, ഒരു വിഴപ്പുണ്ട്, ഒരു പെരട്ടുണ്ട്. പിന്നെ ഉടച്ചേറിയെന്ന് പറയും. പെരുമ്പയറ്, മത്തങ്ങ, അയ്യാത്തങ്ക ഒക്കെ കൊഴിട്ട് ചേനയൊക്കെ കൂടെ ഉടച്ചൊരു കറിയാക്കി ഒരു ഊണ്. ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇല്ലല്ലേ? ഇത് കഴിക്കാം. അവിടെ ഇത് കഴിക്കണം. അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഗായ്സ്, 35 രൂപയ്ക്കുള്ള ഊണ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിരുന്ന് കഴിച്ചു നോക്കാം. ഇവിടെ ഇന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു ടേബിളിന് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് വിശാലമായിട്ട് കഴിക്കാം. 80 നിന്ന് 35 പോയാൽ ബാക്കി 45 രൂപ ഉണ്ട്. 45 രൂപയ്ക്ക് നമുക്ക് വൈകുന്നേരം ഒരു ചായയും കടിയും, പിന്നെ രാത്രിയത്തെ ഡിന്നർ, ഇത് രണ്ടും കൂടെ ആണ് ബാക്കിയുള്ളത്. ഇവിടെ മീനുണ്ട്, മീൻ ഫ്രൈയും മീൻ കറിയൊക്കെ ഉണ്ട്. അതിന് 35 രൂപ വെച്ചാണ്. ഞാൻ ഊണ് മാത്രമേ മേടിച്ചോളൂ. ഗായ്സ്, ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദ കോളേജ് റോഡാണ്. ഈ ജംഗ്ഷനിൽ ചെന്ന് കയറുന്ന ആയുർവേദ കോളേജ് ജംഗ്ഷൻ ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അവിടെ നേരെ അങ്ങ് അറ്റത്തിരിക്കുന്നതാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. ഗായ്സ്, അങ്ങനെ ഊണൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് ഇതാണ് ഊണ്. ഇത് ഒഴിച്ചറിയാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാം പൊളിച്ചു നോക്കാം. പാക്കിംഗ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. കൂട്ടുകറിയാണ്, അച്ചാറ്, വെഴുക്ക് വരട്ടി. എന്ത് കറിയാണെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, ഇത് രസമാണ്. രസം നമുക്ക് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. എന്തായാലും എനിക്ക് ഇത്രയും വേണ്ട, ചോറ് ഒരുപാടുണ്ട്. ശാലം ചോറെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിച്ചു നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളെ വെഴുക്ക് വരട്ടിയും നമ്മുടെ പയറും കറിയും അച്ചാറും എല്ലാം കൂടെ എടുത്തിട്ട് കുഴച്ച് ചില രസവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. 35 രൂപയ്ക്ക് വർത്താണ്. അവിടെ 35 രൂപയ്ക്ക് മീൻ ഫ്രൈയും ഉണ്ട്, മീൻ കറിയും ഉണ്ട്. അതും കൂടെ വാങ്ങിച്ച അടിപൊളിയായിരിക്കും. ഞാൻ പിന്നെ എന്റെ ബഡ്ജറ്റ് കുറവാണ്ട് അത് വാങ്ങിച്ചില്ല. ഈ വൈകുന്നേരം കാണാം. ഗൈസ്, അങ്ങനെ മണി 4:30 ഞാൻ വടയും ചായ കുടിക്കാൻ വേണ്ടി മണക്കാട് വടക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള കടയാണ്. ഞാൻ ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ 5 രൂപയായിരുന്നു. വടക്ക് 5 രൂപ, ചായക്ക് 5 രൂപ. ഞാൻ ഒരു 3-4 മാസം മുമ്പ് വന്നപ്പോൾ വരെ വടക്ക് 7 രൂപ, ചായക്ക് 8 രൂപയായിരുന്നു. ഇപ്പോഴും ആ റേറ്റ് തന്നെ നോക്കി നോക്കാം. ഇതാണ് വടക്കട. ഇവിടെ ഒരു ലൈറ്റ് വിത്തൗട്ട്. ഇവിടെ ഒരുപാട് വട ഉണ്ട്. ഉഴുന്നുവട, പരിപ്പ് വട, മോദകം. ഞാനൊരു മോദകവും ഒരു ലൈറ്റ് വിത്തൗട്ടും ആണ് പറഞ്ഞത്. സാധനം രണ്ടും കിട്ടിയിട്ടുണ്ട്. മോദകം കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ്. ഗൈസ്, അങ്ങനെ വടയും ചായയും കൂടെ 15 രൂപയായി. ബാക്കി 30 രൂപ ഉണ്ട്. ഗൈസ്, അങ്ങനെ വടയും ചായയും കൂടെ കുടിച്ച് പഴയ റേറ്റ് തന്നെ 8 രൂപ ചായ, 7 രൂപ വട, അങ്ങനെ 15 രൂപയായി. ബാക്കി നമ്മുടെ 30 രൂപ ഉണ്ട്. ഈ 30 രൂപയ്ക്ക് നൈറ്റ് ഡിന്നർ. നൈറ്റ് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. തട്ടുകടയിൽ പോയി കഴിക്കാനാണ് ഉദ്ദേശിക്കണം. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, മണി അങ്ങനെ 7:20 ഞാൻ തട്ട് കഴിക്കാമെന്നാണ് രാത്രിയുള്ള ഫുഡ്. ഞാൻ ഇപ്പോൾ ഉള്ളത് വലിയശാല ജംഗ്ഷനിലാണ്. അവിടെ ഒരു തട്ടുകളുണ്ട്. ആ തട്ടുകടയിൽ പോയി ദോശ കഴിക്കാന്നാണ് പ്ലാൻ. ആ തട്ടുകടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എത്ര രൂപയൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ആ കഴിക്കാൻ എന്താ? ദോശ, പുട്ട്, അപ്പം, ചപ്പാത്തി. ദോശ എത്ര രൂപ? ദോശ 2 ദോശയും ഒരു രസമാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ ദോശയും ചമ്മന്തിയും രസവടയും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ദോശയാണ്. ഒരു ദോശ 8 രൂപ, 2 ദോശ 16 രൂപ, ഒരു രസവട 10 രൂപ. അങ്ങനെ ഇതെല്ലാം കൂടി 26 രൂപയായി. ഗൈസ്, അങ്ങനെ 2 ദോശയും ഒരു രസവടയും കഴിച്ചിട്ട് ബാക്കി 4 രൂപ ഉണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ 2 ദോശയും ഒരു രസവടയും കഴിച്ചപ്പോൾ വയറൊന്നും ഫുള്ളായില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 4 രൂപ ഉണ്ട്. അവിടെ ഒരു കടയുണ്ട്. അവിടെ 2 രൂപ കട്ടൻ കിട്ടും.
നമുക്ക് അവിടെ പോയി കട്ടനും കൂടെ കുടിക്കാം. സോ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ബാലൻസ് ഇതാ 4 രൂപയുള്ളൂ. നമ്മൾ 100 രൂപ എടുത്തതിലും രാവിലെ തൊട്ട് രാത്രി വരെ ഫുഡ് കഴിച്ചതിൽ ബാലൻസ് ഉള്ളി 4 റുപ്പീസ് ആണ്. ഒരു കട ഉണ്ടായിരുന്നു, അവിടെ 2 രൂപ കട്ടൻ കിട്ടണം. പക്ഷെ ഇപ്പൊ പോയി ചോദിച്ചപ്പോൾ അവിടെ 2 രൂപയ്ക്ക് ഇപ്പൊ കട്ട അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. രാത്രി ഇപ്പൊ കഴിച്ചത് 2 ദോശയും ഒരു രസവടയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, വയറ് നിറഞ്ഞ്. എന്നാലും ഫുൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല. രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച അത്ര ഒരു ഇത് വന്നില്ല. എന്നാലും കുഴപ്പമില്ല. 100 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ആഹാരമൊക്കെ നല്ല അത്യാവശ്യം ആവശ്യമായിട്ട് തന്നെ കഴിക്കാം. സോ ബാക്കി ഇനി 4 രൂപ ഉണ്ട്. ഈ 4 രൂപ വേണമെങ്കിൽ വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഒരു കട്ട കാപ്പി ഇട്ട് കുടിക്കാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.